ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ടോപ്പ് കോളേജുകളിൽ ഒന്നായിട്ടുള്ള ആചാര്യ കോളേജിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ആചാര്യ കോളേജിൽ പോയിട്ട് ഇവിടുത്തെ ക്യാമ്പസ് ലൈഫ് എല്ലാം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്, ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഇവിടുത്തെ കോളേജിലെ കൂടുതൽ വിശേഷങ്ങൾ അവരുടെ ചോദിച്ചറിയാം. അപ്പൊ നമുക്ക് നേരെ കോളേജിൽ ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല സപ്പോർട്ട് ഒക്കെ ചെയ്യും. ഹബ്ബൊക്കെ ഉള്ളത് തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഹബ്ബയുടെ ഓപ്പൺ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഒരു ഏപ്രിൽ ഫുള്ള് അത് തന്നെയായിരിക്കും. ബാംഗ്ലൂരിലെ തന്നെ ടോപ്പ് കോളേജുകളിൽ ഒന്നാണ് ആചാര്യ കോളേജ് എന്ന് പറയുന്നത്. ഇന്നത്തെ കോളേജിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 120 ഏക്കറിൽ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ഇവിടെ UG PG പ്രോഗ്രാമുകൾ ഒരു 100-ലധികം കോഴ്സുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ പല നാഷണാലിറ്റി, ഓൾമോസ്റ്റ് ഒരു 75+ നാഷണാലിറ്റീസിൽ നിന്നും 12,000-ലധികം സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ 13 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് പല പല കോഴ്സുകളാണ് വരുന്നത്. അതിൽ എടുത്തു പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, നേഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, ഫാർമസി, ഫിസിയോതെറാപ്പി, ആർക്കിടെക്ചർ, ഡിസൈൻ, അതുപോലെ മാനേജ്മെന്റ് കോഴ്സുകൾ ലൈക്ക് BBA, BCA, BCom അങ്ങനെ പറയുന്ന ഒരുപാട് കോഴ്സുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ കോഴ്സുകളിലേക്ക് PG പ്രോഗ്രാം ഇവിടെ വരുന്നുണ്ട്. ഇതിലും അധികം കോഴ്സുകൾ ഇവിടെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഏതൊക്കെ കോഴ്സുകളാണ് വരുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടിടാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി ക്യാമ്പസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് കാണാം. അപ്പോൾ ഇതാണ് ആചാര്യ കോളേജിലെ സെൻട്രൽ ലൈബ്രറി. KGF മൂവി കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ആ മൂവിയിലെ ഈ സ്റ്റോറീസ് എല്ലാം പറയുന്ന ഷോർട്സ് ഈ ഒരു ലൈബ്രറി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കോളേജിലെ ലൈബ്രറി പോയി കാണാം. അത്യാവശ്യം നല്ല വലിയൊരു ലൈബ്രറി തന്നെയാണ്. കയറി പോകുന്ന എൻട്രൻസിൽ തന്നെ സർക്കുലേഷൻ ഡെസ്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ കോളേജിൻ്റെ പ്രസൻറ്റേഷൻ ഹാളെല്ലാം ഈ ഒരു ബ്ലോക്കിൽ വരുന്നുണ്ട്. പിന്നെ ലൈബ്രറിയിൽ നോക്കുകയാണെങ്കിൽ ബുക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബുക്സും ഇവിടെ വരുന്നുണ്ട്. സ്റ്റുഡൻസിന് ഇവിടെ ഇരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ ബുക്ക് ഇവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് എടുത്തിട്ട് പോവാം. ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. അതിന് പുറമെ കോമ്പറ്റേറ്റീവ് എക്സാം അങ്ങനെയുള്ള ബുക്സും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്കിൽ തന്നെ വിർച്വൽ ലേണിംഗ് റിസോഴ്സ് ലാബ് വരുന്നുണ്ട്. ഇവർക്ക് ഇവിടെ ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള ബുക്സ്, ഡിജിറ്റലായിട്ടുള്ള ബുക്സ് എല്ലാം ഇവിടെ ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കോമൺ റീഡിംഗ് റൂം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്കഷൻ റൂം വരുന്നുണ്ട്. പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്യുന്ന ഡിസ്കഷൻ റൂംസ് വരുന്നുണ്ട്. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് റീഡിങ്സിന് കോഫി ബാറോടുള്ള ഒരു ന്യൂസ് പേപ്പർ റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു നിലവാരമുള്ള ഒരു ലൈബ്രറി തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഇവരോട് കോളേജിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഹായ്, ഞാനൊരു യൂട്യൂബില് കോളേജിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെയൊക്കെ പേര് എങ്ങനെയാണ്? ജീന. ജീന. എവിടെ നാട്ടിൽ സ്ഥലം? മലപ്പുറം. മലപ്പുറം. സോന. സോന. കൊല്ലം. ലിന്ന. ലിന്ന. ആലപ്പുഴ. ഹൈഡി പത്തനംതിട്ട. അവന്തിക തൃശ്ശൂർ. തൃശ്ശൂർ. നിങ്ങളൊക്കെ ഇവിടെ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? BHA. നാഷണൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. BHA. AT&T OT ആണ്. RTT. ഞാൻ ഒക്കുപേഷണൽ തെറാപ്പി. RDT. ഓക്കെ, ഓവറോൾ നിങ്ങളുടെ കോളേജ് എങ്ങനെയുണ്ട്? നല്ല കോളേജാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല വൈബ് ഉണ്ട് ഇവിടെ. ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല സപ്പോർട്ട് ഒക്കെ ചെയ്യും. പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും
നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ഒരു നല്ല കോളേജാണ്. കുഴപ്പമൊന്നും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വന്ന സമയത്ത് നിങ്ങൾ ഏത് ഇയർ ആണ്? സെക്കൻഡ് ഇയർ ആണ്. എല്ലാവരും സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ. നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ലൈക്ക് വരാൻ കരയെ അലഞ്ഞു തിരിഞ്ഞോ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്? ഫസ്റ്റ് നമുക്ക് ഇവിടെ വന്ന് ആദ്യമായിട്ട് വേറൊരു സ്ഥലത്ത് വന്നതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നടന്നു. അതുകൊണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ഇതിനോടൊക്കെ സെറ്റായി. എല്ലാം ക്ലാസ് ഒക്കെ എടുക്കുന്നത് ഏത് ലാംഗ്വേജ് ആണ്? ഇംഗ്ലീഷിലാണ്. പിന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മലയാളത്തിലാണെങ്കിൽ ക്ലാസ് എടുത്ത് തരും. മലയാളി സ്റ്റാഫ് ഉണ്ടോ? ഇഷ്ടംപോലെ മലയാളത്തില് ക്ലാസ് എടുത്തു തരുന്നുണ്ടോ? മലയാളത്തിലാണ് അവര്. പക്ഷെങ്കിൽ നോർമലി മലയാളി സ്റ്റാഫ്സ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ അവര് നല്ലപോലെ മലയാളത്തിലാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ സെക്കൻഡ് ഇയർ അല്ലേ പഠിക്കുന്നത്? അപ്പോ നിങ്ങളെ ക്ലിനിക്കൽ പോസ്റ്റിനൊക്കെ പോയായിരുന്നോ? എവിടെയായിരുന്നു നമ്മള് അപ്പോളോ പോയിട്ടുണ്ടായിരുന്നു. ചില ഡിപ്പാർട്ട്മെന്റ് ESIC പോയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുപോകുന്ന സൃഷ്ടി എന്ന് പറയുന്ന ഒരു സ്കൂളിലേക്കാണ്. അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള കിഡ്സ് ആണുള്ളത്. അപ്പം ഞങ്ങള് പഠിക്കുന്ന കോഴ്സ് വെച്ചിട്ട് അവിടോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. നല്ലതാണ് ആക്ച്വലി. കുഞ്ഞു പിള്ളേരൊക്കെ എടുത്ത് നമ്മൾക്ക് ടൈം പോകുന്നതേ അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ കൂടെ വരുന്ന സ്റ്റാഫ്സ് ആണെങ്കിൽ പോലും നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. നമുക്ക് പഠിക്കാനുള്ളത് ചെയ്യാനുള്ളത് ലൈക്ക് ഫ്യൂച്ചറിലേക്കുള്ളതൊക്കെ അവർ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരും. നല്ല രീതിയിലാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നില്ലേ? അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ പാസ് പെർസെന്റേജ് മാർക്കെല്ലാം? ക്ലാസ്സിൽ നോക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ റിസൾട്ട് ഒക്കെ എങ്ങനെയാണ്? പാസ്സായിട്ട് നമ്മളതിനായിട്ട് നന്നായി സപ്പോർട്ട് ചെയ്യാം. ഏത് തരത്തിലും നല്ല മെറ്റീരിയൽസ് അല്ലാതെ എക്സ്ട്രാ റെഫർ ചെയ്യാനായിട്ടുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ BHA കോഴ്സ് അല്ലേ? നിങ്ങളുടെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ്? ക്ലാസ് ഒക്കെ നല്ല രീതി. നിങ്ങളുടെയും ഓൾമോസ്റ്റ് മലയാളി സ്റ്റാഫ് ഒക്കെ ഉണ്ടോ? അതോ മലയാളി സ്റ്റാഫ് ആയിട്ട് ഞങ്ങളുടെ HODക്ക് മലയാളം അറിയാം. നിങ്ങളുടെ BHA കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മീൻസ് കോഴ്സ് പഠനവും അതുപോലെ തന്നെ അതെ എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കോഴ്സ് വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പൊ അതിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. പിന്നെ കൂടെ തന്നെ നമ്മളെ ഇവിടുന്ന് വേറെ കോൺഫറൻസുകൾക്ക് കൊണ്ടുപോകുന്നുണ്ട്. കോളേജ് നമ്മളെ സ്പോൺസർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഓക്കെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് 2 years ആയില്ലേ? 2 years ആവുന്നു. അപ്പോ ഇവിടെ കൾച്ചേഴ്സും അതുപോലെ തന്നെ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാം ഇവന്റ്സ് എല്ലാം എങ്ങനെയാണ്? ഹബ്ബൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഹബ്ബയുടെ ഓപ്പൺ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഒരു ഏപ്രിൽ ഫുള്ള് അത് തന്നെയാണ് പ്രോഗ്രാംസ്. നമ്മുടെ എല്ലാ കോളേജിലും സെപ്പറേറ്റ് സ്പോർട്സ് കൾച്ചറൽസ് ഉണ്ട്. അലൈഡ് മാത്രമായിട്ടുണ്ടായിരിക്കും. അലൈഡ് മാത്രമായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ മാനേജ്മെന്റ് വേറെ, നഴ്സിംഗ് വേറെ. കൾച്ചേഴ്സ് പ്രോഗ്രാംസ് എല്ലാം നല്ല രീതിക്ക് കിട്ടുന്നു. പിന്നെ അതിനവിടെ ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ളതെല്ലാം ഓക്കെ. പിന്നെ എനിക്ക് വേറെ അറിയാനുള്ളത്, നിങ്ങൾ ഹോസ്റ്റലാണോ അതോ ഹോസ്റ്റലിലാണ്? എല്ലാരും ഹോസ്റ്റൽ തന്നെയാണോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലാണല്ലേ? എങ്ങനെ ഹോസ്റ്റൽ അത്യാവശ്യം ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു 7:30 ആകുമ്പോൾ ഇൻ ടൈം 7:30 ആണ്. ഫുഡൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കേരള മെസ് ആണെങ്കിൽ അങ്ങനെയുണ്ട്, രണ്ടും ഉണ്ട്. നോർത്ത് ഇന്ത്യൻ തന്നെയാണോ? ഇല്ല, കുറച്ച് അങ്ങോട്ട് മാറിയാണ്. എന്നാലും ഈ ഒരു ഏരിയയിലാണ്. ഇത്രയും വലിയൊരു ക്യാമ്പസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം എങ്ങനെയാണ്? വിച്ച് മീൻസ് ക്ലാസ് ടൈം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓവറോൾ കോളേജിൽ കിട്ടുന്ന ഒരു ഫ്രീഡം എങ്ങനെയാണ്? ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ഫ്രീഡം തരേണ്ട കാര്യങ്ങൾക്കെല്ലാം ഫ്രീഡം. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും അറ്റൻഡൻസിനകത്തൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആണ്. കാരണം നമ്മുടെ ഫ്യൂച്ചർ തന്നെയാണ്.
അപ്പോ അത് കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രിക്ട്നെസ് ഉണ്ട്. അല്ലാതെ പുറത്തേക്കുള്ള ബ്രേക്ക് ടൈം ആണെങ്കിലും അല്ലാതെ നമുക്ക് പുറത്തോട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും നല്ല ഫ്രീഡം ഒക്കെ കിട്ടും. ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് തന്നെ അവർ ഫ്രീഡം ചെയ്യണം. പഠനത്തിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് പഠിക്കുന്ന അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കും. നമുക്ക് ഹോൾ ടിക്കറ്റ് തരുമല്ലോ അറ്റൻഡൻസ് ഇത്ര ഒരു മാൻഡേറ്ററി അറ്റൻഡൻസ് പറയും. അത്ര ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് എക്സാം ബാക്കി നിങ്ങൾ എന്തായാലും കോളേജൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി തന്നെയല്ലേ? ഓക്കെ, നിങ്ങളുടെ കോളേജിനെ പറ്റി കൂടുതൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല കോളേജാണ്, നല്ല കോളേജാണ്. ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറച്ച് ഒരിക്കലും റിഗ്രറ്റ് കോളേജ് ചൂസ് ചെയ്തുകൊണ്ട് ആർക്കും റിഗ്രറ്റ് എടുത്തില്ല. കാരണം നല്ല വൈബാണ് ഇവിടെ. നമ്മൾ ഹാപ്പിയാണ്. പഠിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നോടത്ത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ കുറെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് താങ്ക്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആചാര്യ കോളേജിലെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത് കൊണ്ട് എനിക്ക് ഫുൾ വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലെ വീഡിയോ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള കോഴ്സുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോളേജിൽ അഡ്മിഷനോ അല്ലെങ്കിൽ ഈ കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്കിവിടെ എഞ്ചിനീയറിംഗ് നിറയെ ബ്രാഞ്ചസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം IT സെക്ഷൻ വരുന്ന മൊത്തം നമുക്ക് ഇവിടെയാണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതിനകത്ത് ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എയറോനോട്ടിക്കലാണ്. എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് സിമുലേഷൻ ലാബിന്റെ ആണ് വരുന്നത്. Force and the drag, so they have to balance that. So how here they are going to learn and then how to stable the aircraft and now ഇപ്പൊ നമുക്ക് ഇപ്പൊ ലൈക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ BCAക്ക് നമുക്ക് ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോഴ്സറ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ക്യാമ്പസ് ലൈഫും ഉണ്ട്. അടിച്ചു പൊളിച്ച് പഠിക്കുക അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ എല്ലാവരും MBA തന്നെയാണ്. ഇപ്പൊ ആഫ്റ്റർ 5 o'clock ഇവിടെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, കോളേജിൽ തന്നെ ടീമുണ്ട്. സെപ്പറേറ്റ് യൂണിഫോംസ് ഉണ്ട്. നമുക്ക് ഏത് യൂണിഫോം കണ്ടാലും നമുക്ക് മനസ്സിലാവും ഏത് ബ്രാഞ്ച് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാം ഉണ്ട്. ഇപ്പം ആചാര്യ അത് വേണമെങ്കിൽ കാണാം. പിന്നെ നമുക്ക് ഇപ്പം എന്താ പറയാ എല്ലാം ഇതിപ്പം ഫുൾ ഗ്രീൻ ക്യാമ്പസ്, എല്ലാ ഫെസിലിറ്റീസ് പഠിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്പോർട്സിനാണ്. ഇത് ഫുട്ബോൾ ടർഫ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട് അപ്പുറത്ത്. അതിന്റെ പുറകെ കാണുന്ന ജിമ്മാണ്. എല്ലാ ജിം അവിടെ വരുന്നുണ്ട്.